ഹായ് അസ്സാം വലൈക്കും. ലൈഫ് ബൈ സുമി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഉണ്ടാക്കുന്ന പോകുന്ന ഒരു റെസിപ്പി കൊച്ചിക്കോ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ട്രെൻഡായിട്ട് കൊണ്ടിരിക്കുന്ന ആ റെസിപ്പി ഞാനും ഉണ്ടാക്കാൻ പോകട്ടോ. പഴം നന്നായിട്ട് ഉടച്ചെടുത്തിക്കണേ. ഇനി കുറച്ച് ഇഞ്ചി നീരാട്ടോ ഒഴിക്കണത്. പിന്നെ ഇതിലേക്ക് കുറച്ച് ചെറുനാരങ്ങൻ്റെ നീര് ഒഴിക്കുന്നുണ്ട്. പിന്നെ ഞാൻ ശർക്കരയും ചെറിയുള്ളിയും കൂടി എന്താണ് മിക്സ് ചെയ്തുകൊണ്ട് വെച്ചതാണ്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ശർക്കര പൊടിച്ചിട്ട് അതിന് ചെറിയുള്ളി അരിഞ്ഞതും കൂടി കുഴച്ചിട്ട് മിക്സ് ചെയ്ത് വെച്ചാണ്. അത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് പാലാണ് കേട്ടോ. അപ്പോൾ ഞാൻ തേങ്ങാപ്പാൽ കുറച്ച് ഒഴിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ഒഴിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാര ഇട്ടാൽ മതി. പഞ്ചസാര കുറച്ചിടാം കേട്ടോ. ഞാനിത് ശർക്കരന് മധുരം ഉണ്ട്, അപ്പോൾ പിന്നെ പഞ്ചസാര ഇട്ടിട്ടില്ല. ആവശ്യത്തിന് പാൽ ഒഴിച്ചെടുക്കാം കേട്ടോ. തേങ്ങാപ്പാലും ഒഴിക്കാം, മറ്റേ പാലും ഒഴിക്കാം കേട്ടോ. ചുമ്പാലും ഒഴിക്കാം. നമുക്ക് അവല് വറക്കാനുള്ളത് നോക്കാം. ചട്ടിയിലേക്ക് നെയ്യ് ഒഴിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ചട്ടിയൊക്കെ ചൂടായി വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള അവില് ഇട്ട് കൊടുക്കട്ടെ. അത് നന്നായിട്ട് ഒന്ന് ക്രിസ്പി ആവാൻ വേണ്ടിയിട്ടുണ്ട് ഒന്ന് വറുത്തെടുക്കാം. നമ്മൾ ആദ്യമായിട്ടാട്ടോ തിന്നുന്നത് കൊച്ചിക്കോഴ. ഇൻസ്റ്റാഗ്രാമിലൊക്കെ വീഡിയോ ഒക്കെ അങ്ങനെ കാണും. അപ്പോൾ മക്കൾ പറയും ഒന്ന് ഉണ്ടാക്കി നോക്കിയാലോ എന്ന് പറയും. അങ്ങനെ കണ്ടിട്ട് അങ്ങ് ഉണ്ടാക്കിയതാണ്. നല്ല അടിപൊളി ടേസ്റ്റ്, അടിപൊളിയാണ്. വെറുതെ പറയില്ല, നല്ല രസമുണ്ട്. നിങ്ങൾ എന്തായാലും ഒന്ന് ഉണ്ടാക്കി വെക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണ് തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ഷെയർ ചെയ്യണം. അപ്പോൾ നമ്മൾ അവലൊക്കെ വറുത്തുന്ന ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്കാണ് നമ്മൾ പഴത്തിൻ്റെ മിക്സില്ലേ അത് ഒഴിച്ചെടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് ഒഴിച്ചെടുക്കുക. നിങ്ങൾ ഒരു പ്രാവശ്യങ്ങൾ ഇത് ഉണ്ടാക്കി നോക്കിയിട്ടാണ്. ഞാൻ വീട്ടിൽ ആദ്യമായിട്ട് ഉണ്ടാക്കി. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, വളരെയധികം ഇഷ്ടപ്പെട്ടു. മക്കൾക്കും ഇഷ്ടപ്പെട്ടു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്യാൻ മറക്കരുതേ. പിന്നെ ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പുണ്ടായിന്, അതൊന്ന് പൊടിച്ചിട്ട് ഞാൻ അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് സ്പൂൺ വെച്ചിട്ട് ഒന്നാകെ മിക്സ് ചെയ്ത് തിന്നണം കേട്ടോ. അടിപൊളിയാണ്, ട്രൈ ചെയ്യണേ.